പത്തനംതിട്ടയിൽ ഈ 60 പേർ പ്രതികളായ പോക്സോ കേസ് തട്ടിപ്പിൽ രണ്ടാം പ്രതിയുടെ അമ്മയിൽ നിന്നും ഒന്നാം പ്രതിയുടെ സഹോദരൻ 8.65 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്ന വാർത്ത വരുന്നുണ്ട്. ജാമ്യത്തിനായി ഡിവൈഎസ്പിക്ക് വക്കീലിനും കൊടുക്കാൻ എന്ന് പറഞ്ഞാണ് ഈ പണം തട്ടിയത്. സംഭവത്തിൽ ഒന്നാം പ്രതി ജോജി മാത്യുവിന്റെ സഹോദരൻ ജോമോൻ മാത്യു അറസ്റ്റിലാണ്. ശ്രീരാജ് ബാബു ഉണ്ട്. ശ്രീരാജ്, പറയാം വിവരങ്ങൾ. ശ്രീരാജ, കേൾക്കാമോ? പറഞ്ഞോളൂ ശ്രീരാജ്, പറഞ്ഞോളൂ. സേതു, അതാണ് പലതവണയായി കബളിപ്പിച്ചുകൊണ്ടാണ് ഒന്നാം പ്രതിയുടെ സഹോദരൻ രണ്ടാം പ്രതിയുടെ അമ്മയുടെ കയ്യിൽ നിന്നും 8,65,000 രൂപ പണം തട്ടിയിട്ടുള്ളത്. ഈ കേസ് നടക്കുമ്പോൾ തന്നെ ഈ പത്തനംതിട്ടയിലെ 62 പേർ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയ ആ കേസിൻ്റെ തുടക്കഘട്ടം മുതൽ പലതവണയായി പണം വാങ്ങുകയായിരുന്നു. കേസ് നടത്തിപ്പിനും അതുപോലെ തന്നെ ഡിവൈഎസ്പിക്ക് നൽകാനും വക്കീലിന് നൽകാനും എന്നൊക്കെ പറഞ്ഞാണ് പണം വാങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ പോലീസ് എഫ്ഐആറിൽ തിരുത്തൽ വരുത്താം, അങ്ങനെ പ്രതിയെ രക്ഷിക്കാം, കേസിൽ നിന്നും ഊരിയെടുക്കാം എന്നെല്ലാം പറഞ്ഞുകൊണ്ടായിരുന്നു പലതവണയായി പണം വാങ്ങിയിട്ടുള്ളത്. പോലീസ് സ്റ്റേഷൻ്റെ പരിസര പ്രദേശങ്ങളിൽ വെച്ച് തന്നെയാണ് പണം നൽകിയിട്ടുള്ളതെന്നാണ് ഈ അമ്മ, ഈ പ്രതിയുടെ അമ്മ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. കബളിപ്പിക്കപ്പെട്ടു എന്ന് മനസ്സിലായതോടെയാണ് ഇവർ പോലീസിൽ പരാതി നൽകിയത്. പത്തനംതിട്ട പോലീസിൽ തന്നെയാണ് ഇവർ പരാതി നൽകിയത്. നിലവിൽ ഈ പ്രതി പോലീസിൻ്റെ പിടിയിലായിട്ടുണ്ട്. എന്തായാലും ഈ 8.65 ലക്ഷം രൂപ പലതവണയായി പ്രതി കൈക്കലാക്കുകയായിരുന്നു. അത് പലതവണയായി സ്റ്റേഷനിലെത്തുമ്പോൾ സ്റ്റേഷനിനുള്ളിൽ വെച്ച് തന്നെ പലപ്പോഴും ഇത്തരത്തിൽ പണമിടപാടുകൾ നടത്തി എന്നാണ് ഈ അമ്മ പറയുന്നത്. അതുപോലെ തന്നെ സ്റ്റേഷന് പരിസര പ്രദേശങ്ങളിൽ ഈ അമ്മയെ എത്തിച്ചും മറ്റുള്ള കേസുകളിൽ നിന്നും അതുപോലെ ഈ 62 പേർ പ്രതികളായ ഈ പീഡന കേസിൽ നിന്നും വളരെ വേഗം ഊരിയെടുക്കാം, അല്ലെങ്കിൽ വളരെ വേഗം ആ കേസ് ഒത്തുതീർപ്പാക്കാം എന്നെല്ലാം പറഞ്ഞുകൊണ്ടായിരുന്നു പണം തട്ടിയിട്ടുള്ളത്. എന്തായാലും വളരെ വലിയ രീതിയിൽ ചർച്ചയായ ഈ പീഡന കേസിൽ ഉൾപ്പെട്ട പ്രതികൾ, ഒന്നാം പ്രതിയും രണ്ടാം പ്രതിയും അവരുടെ ബന്ധുക്കളാണ് നിലവിൽ ഈ തട്ടിപ്പിലേക്ക് ഈ അമ്മയെ വലിച്ചിഴച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഒന്നാം പ്രതിയുടെ സഹോദരൻ രണ്ടാം പ്രതിയുടെ അമ്മയുടെ കയ്യിൽ നിന്നുമാണ് നിലവിൽ പണം തട്ടിയിട്ടുള്ളത്. എന്തായാലും ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലായിരുന്നു ഇതിന്മേലുള്ള അന്വേഷണം നടന്നത്. പ്രതിയെ വളരെ വേഗം തന്നെ പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടുണ്ട്. പത്തനംതിട്ട പോക്സോ കേസിലെ വമ്പൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്രീരാജ്. ഓക്കെ ശ്രീരാജ്.